Hi friends, welcome back to Serum Learning. Yes, അപ്പോൾ നമ്മുടെ പേപ്പർ ബോട്ടിൽ മറ്റൊരു ആക്ടിവിറ്റി ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഇന്ന് മിസ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, യെസ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ചിന്തിക്കുന്നുണ്ട് എൻ്റെ ബാക്കിൽ നിങ്ങളെപ്പോലെ തന്നെ ആരോ ഒരാൾ ഇവിടെ എന്ത് വണ്ടർ അടിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലേ ഒരു പുള്ളി നമ്മുടെ ബാക്കിൽ. യെസ്, എന്തിനായിരിക്കും പുള്ളി ഇങ്ങനെ ഡൗട്ട് അടിച്ച് നിൽക്കുന്നത്? എന്തിനായിരിക്കും നമ്മുടെ ബോയ് ഇങ്ങനെ why is he standing like this and what doubt he has അല്ലേ? നോക്കാം നമുക്ക് ഇവിടെ ദേ ഒരു ആക്ടിവിറ്റി 9 ക്വസ്റ്റ്യൻ ഉണ്ട്. എൻ്റെ അടുത്ത് ഒത്തിരി മക്കൾ നമ്മുടെ ആപ്പിലൊക്കെ ഡൗട്ട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണിത്, ഈ ഒരു സിംഗുലർ പ്ലൂറൽ മേക്കിംഗ്. ഓക്കെ, ഇവിടുത്തെ നമ്മുടെ ആക്ടിവിറ്റി 9 ക്വസ്റ്റ്യൻ. വാട്ട് ഇസ് എ ക്വസ്റ്റ്യൻ? എന്താണ് ചോദ്യം? എന്താ ഇവിടെ തന്നിരിക്കുന്നത്? റീഡ് ദ ഫോളോവിങ് സെന്റൻസസ്. നമ്മളെടുത്ത് സെന്റൻസസ് വായിക്കാൻ പറയണം. എന്നെ ബെൻഡ് എ ലിറ്റിൽ ആൻഡ് ലോഞ്ച് എ പേപ്പർ ബോട്ട്. അന്ന് എന്ത് ചെയ്തു? വളരെ നമ്മുടെ അരുവിയുടെ അടുത്തേക്ക് വരുന്നു. അന്ന് എന്ത് ചെയ്യുന്നു? അവളുടെ ബോട്ട് താഴെ എടുക്കുന്നു, ഇങ്ങനെ കുലുങ്ങി നിൽക്കുന്നു, കുട്ടി ഒഴുക്കുന്നു. ഓക്കെ, നമ്മളത് ഒരുപാട് പ്രാവശ്യം പഠിച്ചതാണ്. സെക്കൻഡ് സെന്റൻസ് നോക്ക്. എ ഫാറ്റ് ബോയ് പൗൺസ്ഡ് ഓൺ വൺ ഓഫ് എ ബോട്ട്സ്. അവിടെ നിന്ന് ആര് വരുന്നു? നമ്മുടെ ഡുണ്ടു മുൻ വരുന്നു അല്ലേ? നമ്മുടെ ഫാറ്റ് ബോയ് വന്നിട്ട് എന്ത് ചെയ്തു? ഒരറ്റ മുക്കൽ വെള്ളത്തിൽ കൈയിട്ട് എന്ത് ചെയ്തു? അവളെ ബോട്ട് എടുത്ത് ചട്ടപ്പടിയാണ് നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? സോ ഇനി നമുക്കിവിടെ എന്തുണ്ട്? two more sentences are there. The story paper boats is a fairy tale. പേപ്പർ ബോട്ട് എന്ന് പറയുന്ന ഈ ഒരു കഥ എന്താണ്? ഇറ്റ് ഈസ് എ ഫെയറി ടെയിൽ. അതൊരു ഫെയറി ടെയിൽ ആണ്. ദ ഫെയറീസ് ഓഫ് സ്ലീപ്പ് ആർ സെയിലിംഗ് ഇൻ ദ ബോട്ട്സ്. നമ്മൾ മറ്റേ പോയത്തിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ് നമ്മുടെ ബോയ് അവരുണ്ടാക്കിയ ബോട്ടുകൾ ആരാണ് രാത്രി വന്ന് ഒഴുക്കുന്നത്? നമ്മുടെ ഫെയറീസ് ഓഫ് സ്ലീപ്പ് അല്ലേ? ഉറക്കത്തിൻ്റെ മാലാഖമാർ അവരെന്ത് ചെയ്യുന്നു? ഒരു ബക്കറ്റ് നിറയെ മറ്റുള്ളവരുടെ സ്വപ്നങ്ങളും പിടിച്ചെന്ത് ചെയ്യാണ്? അവരിങ്ങനെ തുഴങ്ങി പോകുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ നോക്ക്, നമ്മൾ രണ്ട് ഗ്രൂപ്പ് ഓഫ് സെൻറ്റൻസ്, രണ്ട് സെറ്റ് ഓഫ് സെൻറ്റൻസസ് ഇവിടെ ഉണ്ട്. ഈ രണ്ട് സെറ്റ് സെൻറ്റൻസ് നമ്മൾ എടുത്ത് നോക്കുമ്പോഴും ഒരു സെൻറ്റൻസ് എന്താണ് നോക്ക്. ഇതിൽ ആദ്യത്തെ സെൻറ്റൻസിൽ ബോട്ട് എന്ന് പറയുന്ന നൗൺ അത് സിംഗുലർ ആണ്. ഇവിടെയൊക്കെ ഒരു ബോട്ടാണ്. പക്ഷെ ഇവിടെ എന്താണ്? പ്ലെൻറ്റി ഓഫ് ബോട്ട്സ് അല്ലേ? എന്താണ്? മിനി ബോട്ട്സ് അല്ലേ? ഒരുപാട് ബോട്ട്സ് ഇവിടെ ഉണ്ട്. സോ പ്ലൂറലും സിംഗുലറുമാണ് ഇവിടെ തന്നിരിക്കുന്ന നൗൺസ്. അതേപോലെ അടുത്ത സെൻറ്റൻസസ് നോക്കുക. ഇറ്റ് ഈസ് എ ഫെയറി ടെയിൽ. ഇത് ഒരു ഫെയറി ടെയിൽ ആണ്. ഇവിടെ പറയുന്നത് എന്താണ്? ഫെയറീസ്. ഒരുപാട് ഫെയറീസ് ഉണ്ട്. സോ ദാറ്റ് ഈസ് പ്ലൂറൽ. അത് പ്ലൂറൽ ആണ്. ഓക്കെ, നൗ ഇവിടെ നോക്കുക നിങ്ങൾ. Look at the underlined words. The word in the second sentence is the plural of the word in the first sentence. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യമാണ്. ആദ്യത്തെ സെൻറ്റൻസിൻ്റെ പ്ലൂറലാണ് ഇത് താഴെ തന്നിരിക്കുന്നത് അല്ലേ? നോക്ക്. In the first set of sentences S is added to form the plural. ആദ്യം നോക്ക്, ഇവിടെ നോക്ക്. ബോട്ട് എന്ന് പറയുന്നത് സിംഗുലർ, ഒന്നേ ഉള്ളൂ. ഇതിനെ നമ്മൾ മിനി ബോട്ട്സ് എന്നാക്കാൻ എന്ത് ആഡ് ചെയ്തു? എസ് എന്ന് പറയുന്ന അക്ഷരം ഇവിടെ ആഡ് ചെയ്തു. അപ്പോൾ നമ്മൾ ചില നൗണ്, ചില പേരുകളുടെ കൂടെ ചില ലെറ്റേഴ്സ് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ പ്ലൂറൽ ഫോം കിട്ടും. അത്ര ഇവിടെ പറയുന്നുള്ളൂ. നമ്മൾ ചില വാക്കുകളുടെ പിന്നിൽ അഡീഷണലായിട്ട് 1-2 അക്ഷരങ്ങൾ കൂട്ടി വിചാരിക്കുക, അതിൻ്റെ പ്ലൂറൽ ഫോം നമുക്ക് കിട്ടും. ദാറ്റ്സ് ഇറ്റ്. അത്ര ഇവിടെ പറയുന്നുള്ളൂ. നോക്കടാ ഇവിടെ. ലുക്ക് അറ്റ് ദ ഫോളോവിങ് വേർഡ്സ് ആൻഡ് റൈറ്റ് ദ പ്ലൂറൽ ഫോംസ് ഓഫ് ഇറ്റ്. നിങ്ങൾക്കൊരു ലിസ്റ്റ് തന്നിട്ടുണ്ടല്ലോ, അതിൻ്റെ പ്ലൂറൽ നമ്മളടുത്ത് എഴുതാനാണ് പറയുന്നത്. ഇവിടെ നോക്ക്. ട്രീൻ്റെ പ്ലൂറൽ എന്താ? നമുക്കറിയാം. ട്രീൻ്റെ പ്ലൂറൽ എന്താടാ? ഇറ്റ് ഈസ് ട്രീസ് അല്ലേ? ട്രീസ് ആണ്. ഓക്കെ, നമ്മളിവിടെ ആഡ് ചെയ്ത ലെറ്റർ ഏതാണ്? എസ് ആണ്. റൈറ്റ്? നമ്മൾ ഏതാണ് ആഡ് ചെയ്ത ലെറ്റർ? ദ ലെറ്റർ ഈസ് എസ്. നെക്സ്റ്റ് വൺ നോക്ക്. പാരന്റ് എന്ന് പറയുന്ന വാക്കിൻ്റെത് പാരൻസ് ആണ്. ഇവിടെ നമ്മൾ ആഡ് ചെയ്തത് എസ് ആണ്. നെക്സ്റ്റ് നോക്ക്. വി ഹാഡ് ചൈൽഡ്. നമുക്കറിയാം ചൈൽഡ് എന്നുള്ളതിൻ്റെ പ്ലൂറൽ എന്താണ്? ഇറ്റ് ഈസ് ചിൽഡ്രൻ ആണല്ലേ? ചിൽഡ്രൻ. ഇവിടെ നോക്ക്, നമ്മൾ എൻ ആഡ് ചെയ്തിട്ടുണ്ട്. നോക്ക് നിങ്ങൾ. ബോയ് എന്നുള്ളതിൻ്റെ നമുക്കറിയാം ഇറ്റ് ഈസ് ബോയ്സ്. നമ്മളിവിടെ എന്ത് ആഡ് ചെയ്തു? എസ് ആഡ് ചെയ്തു. നെക്സ്റ്റ് നോക്ക് നിങ്ങൾ. സ്കൈസ്. ഇവിടെ നമ്മൾ ആഡ് ചെയ്തത് എന്താ? IES ആണ്. സോ സ്കൈസ് വി ഗോട്ട്. നൗ ദ നെക്സ്റ്റ് വൺ ഇറ്റ് ഈസ് ഫ്ലവേഴ്സ്. ഫ്ലവറിൻ്റെ പ്ലൂറൽ എന്താടാ? ഫ്ലവേഴ്സ്. Here also S we added. Next one it is I. നോക്ക്. ഐസ്. എസ് ആഡ് ചെയ്താൽ മതി. അടുത്ത വാക്ക് നോക്ക്. സ്റ്റോറി ആണേ.
സ്റ്റോറീസ്. ഇവിടെ നമ്മൾ എന്താ ആഡ് ചെയ്ത്? IES. നെക്സ്റ്റ് പോയിന്റ് ഇസ് ബട്ടർഫ്ലൈ. ബട്ടർഫ്ലൈസ്. ഇവിടെ എന്താ നമ്മൾ IES ആഡ് ചെയ്തു. അപ്പോൾ ആക്ച്വലി എന്താണ്, ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, സിംഗുലറിനെ പ്ലൂറൽ ആക്കാം. നമ്മൾ എന്ത് ചെയ്യും, ആ വാക്കിൻ്റെ ബാക്കിൽ എന്ത് ചെയ്യും, 2 അക്ഷരം നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് അങ്ങ് കൂട്ടി കൊടുക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? പ്ലൂറൽ ഫോം കിട്ടും. അപ്പോൾ ഇതെന്ത് ചെയ്യും, ചില വാക്കുകൾക്ക് അക്ഷരങ്ങൾ വ്യത്യാസമുണ്ട്. അപ്പോൾ ബോയ്സ്, ബോയ്സ് വെറും നമ്മളൊരു എസ് മാത്രം ആഡ് ചെയ്തിട്ടുള്ളൂ. നേരെ മറിച്ച് നമ്മൾ സ്കൈസ് എന്ന് പറയുമ്പോൾ സ്കൈസ് IES നമ്മൾ എന്ത് ചെയ്തു, 3 അക്ഷരങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ ആഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ആക്ടിവിറ്റി. അപ്പോൾ ഇതെന്തിനാ, നമ്മുടെ ഗ്രാമർ ആക്ടിവിറ്റിയാണ്. ഇതിന് ശേഷം എന്താ, നമുക്ക് എക്സാമിനുള്ള ഡിസ്കോഴ്സസ് ആക്ടിവിറ്റീസ് ഒരുപാട് വരാനുണ്ട്. സോ യു പീപ്പിൾ ഷുഡ് ബി വെരി അപ്ഡേറ്റഡ് വിത്ത് അവർ ചാനൽ. നിങ്ങൾ എപ്പോഴും ചാനലിൽ വീഡിയോസ് മക്കൾ കാണണം. ഓക്കെ അല്ലേ? സെറ്റ്. ഓക്കെ, ബൈ.